സോ ഇന്ന് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയുടെ 8th ക്ലാസ് ആണ്. സോ നമ്മൾ കഴിഞ്ഞ 7 ക്ലാസ്സുകളിൽ നമ്മൾ എന്താണ് വെക്ടർ കാൽക്കുലസ് അല്ലെങ്കിൽ വെക്ടർ അനാലിസിസ്, അപ്പം ഇലക്ട്രോമാഗ്നറ്റിക് തിയറി പഠിക്കാൻ വേണ്ട ബേസിക്സ് ഒക്കെ നമ്മൾ കണ്ടിരുന്നു. ലൈക്ക് അതായത് കോർഡിനേറ്റ്സ് മുതൽ സ്റ്റാർട്ട് ചെയ്ത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്, സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ്, സ്ഫെറിക്കൽ കോർഡിനേറ്റ്സ്, അത് തമ്മിലുള്ള കൺവേർഷൻ നമ്മൾ പഠിച്ചു. Then del operator, gradient, then curl, divergence, ഇതെല്ലാം കണ്ടു. Then divergence theorem പഠിച്ചു. അത് കഴിഞ്ഞ് സ്റ്റോക്സ് തിയറവും പഠിച്ചു. അപ്പൊ ഇതിൻ്റെതൊക്കെ ആയിട്ട് നമ്മളൊരു 21 പ്രോബ്ലംസും ചെയ്തിട്ടുണ്ട്. ഇത് ബേസ് ആക്കി വെച്ചുകൊണ്ടാണ് ഇനി നമ്മുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു 4 സെക്ഷനായിട്ടാണ് 4-5 സെക്ഷനായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് സെക്ഷനാണ് നമ്മുടെ ബേസിക്സ്, വെക്ടർ അനാലിസിസ്. അപ്പൊ അത് തന്നെയാണ് നമ്മൾ മാത്തമാറ്റിക്സിൽ വെക്ടർ കാൽക്കുലസ് എന്ന് പറഞ്ഞ് പഠിക്കുന്നത്. ഇതൊക്കെ തന്നെയാണ്. ഇവിടെ നമ്മൾ ഡൈവേർജൻസ് തിയറവും സ്റ്റോക്സ് തിയറവും മാത്രമേ പഠിക്കുന്നുള്ളൂ. അവിടെ നമ്മൾ ഗ്രീൻസ് തിയറം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. ഓക്കെ, സോ നമുക്കിനി ഇലക്ട്രോസ്റ്റാറ്റിക്സ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എനിക്ക് തോന്നുന്നു 11th പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫസ്റ്റ് ഇയർ ഫിസിക്സിൽ പഠിക്കുന്നുണ്ട്, 11th 12th പഠിക്കുന്നുണ്ട്, ഫസ്റ്റ് ഇയർ ഫിസിക്സിൽ പഠിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി വരുമ്പം ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയിൽ പഠിക്കുന്നുണ്ട്. ഇലക്ട്രോമാഗ്നറ്റിക്സ് എന്നായിരുന്നു തോന്നുന്നു. നിങ്ങളൊക്കെ പഠിക്കുമ്പോൾ മേ ബി ഇലക്ട്രോമാഗ്നറ്റിക്സ് ആയിരിക്കണം, ഇലക്ട്രോമാഗ്നറ്റിക്സ് എന്നായിരിക്കണം. അങ്ങനെയൊക്കെ സബ്ജക്ട്സിലൊക്കെ നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ആദ്യമൊക്കെ പറഞ്ഞ പോലെ തന്നെ കുളംസ് ലോ, 11th നമ്മൾ പഠിച്ച കുളംസ് ലോ, ദെൻ ഗോസ് ലോ, അപ്പം ചാർജ് യൂസ് ടു ഇൻഫിനിറ്റ് ലെങ്ത്തിന്റെ ചാർജ് ഡെൻസിറ്റി, അതുപോലെ തന്നെ സർഫസ് ഏരിയയുടെ ചാർജ് ഡെൻസിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. പിന്നെ കുറച്ചുകൂടെ പോകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഹയർ എൻഡിങ്, ഇനിഷ്യലി നമ്മൾ ഫിസിക്സിൽ 11th ഫിസിക്സിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇനിഷ്യലി നമുക്ക് വരുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. So what do you mean by electrostatics? നമുക്കറിയാം സ്റ്റാറ്റിക്സ് മീൻസ് സംതിങ് ഈസ് ഇൻ സ്റ്റേഷനറി. ഇപ്പൊ ഒരു മൂവ് ചെയ്യാത്ത ഒരു സംഭവമാണ്. സ്റ്റാറ്റിക് ഉണ്ട്, ഡൈനാമിക് ഉണ്ട്. സോ ഇവിടെ എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്. സോ സ്റ്റാറ്റിക് ചാർജിനെ പറ്റിയാണ് നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ വളരെ ബേസിക് എക്സാമ്പിൾ നമ്മൾ നമ്മുടെ സ്കെയിൽ എടുത്തിട്ട് ഓയിലി ആയിട്ടുള്ള ഹെയറിൽ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ there will be some അത് നമ്മൾ പേപ്പറിന്റെ അടുത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ we can feel some kind of charge. അതൊരു സ്റ്റാറ്റിക് ചാർജിന്റെ എക്സാമ്പിൾ ആണ്, ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. സോ ഇലക്ട്രോസ്റ്റാറ്റിക്സ് as the name implies is a study of stationary electric charges ആണ്. So we are talking about stationary electric charges. എക്സാമ്പിൾ പറയാണ്, when a hard rubber is rubbed on a piece of wool. വൂൾ അല്ലെങ്കിൽ നമ്മൾ വളരെ ബേസിക് ആയിട്ട് നമ്മൾ കുട്ടിക്കാലത്ത് മുതൽ തലയിൽ ഇങ്ങനെ വരച്ചാണ് നമ്മൾ ഇങ്ങനെ മാജിക് എന്നൊക്കെ പറഞ്ഞ് പലരെയും നമ്മൾ കാണിച്ചിട്ടുണ്ട് 3rd സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുമ്പോൾ. സോ ആ സെയിം കോൺസെപ്റ്റ് ആണ് ഇവിടെ വരുന്നത്. What is electrostatics? So piece of wool, electrons are transferred from the wool to the rubber. അപ്പൊ എന്താ സംഭവിക്കുക? There is transfer of electrons from the wool to the rubber. So അതുകൊണ്ടാണ് അതിനൊരു സ്റ്റാറ്റിക് ചാർജ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് ബേസിക്സ്. അപ്പൊ ആദ്യത്തെ ഒരു 2-3 സ്ലൈഡ് ഇതിന്റെ ആപ്ലിക്കേഷനും ബേസിക്സ് ഒക്കെയാണ് പറയുന്നത്. സോ ആ ഒരു ഈ ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ആ ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ റബ്ബർ ഉണ്ട്, വൂളുണ്ട്. അപ്പം വൂളിൽ ഉള്ള ഇലക്ട്രോൺ റബ്ബറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇലക്ട്രോൺ എന്ന് പറയുന്നത് യു നോ ദാറ്റ് ഇലക്ട്രോൺ മീൻസ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ നെഗറ്റീവ് ചാർജ്. ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ ആ ഇലക്ട്രോൺ റിസീവ് ചെയ്യുന്നത് റബ്ബറാണ്. സോ as the rubber receives the electron, it will get a negative charge, and since the wool is losing an electron, ഒരു നെഗറ്റീവ് ചാർജ് നഷ്ടപ്പെടുന്നതുകൊണ്ട് അത് പോസിറ്റീവ് ചാർജ് ആവും. അപ്പം ഇത് തമ്മിൽ there will be a force of interaction between them. സോ നമ്മൾ സ്ലോലി സബ്ജക്റ്റിലേക്ക് വരികയാണ്. സോ നമ്മൾ ഒരു ചാർജ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ പഠിച്ചു. അപ്പൊ അത് തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ ഉണ്ടാവും എന്നൊക്കെ പഠിച്ചു. സോ ഇലക്ട്രോസ്റ്റാറ്റിക്സ് mainly deals with the interaction between the charged particles which are in stationary condition. അപ്പം ചാർജ്ഡ് പാർട്ടിക്കൽ എങ്ങനെയാ ഫോം ചെയ്യുന്നതെന്ന് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. അപ്പം ഒന്നിൽ പോസിറ്റീവ് ചാർജ് ഒന്നിൽ നെഗറ്റീവ് ചാർജും ആവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ there will be a force of interaction. അപ്പം ഇപ്പൊ രണ്ടും പോസിറ്റീവ് ആവാം, രണ്ടും നെഗറ്റീവ് ആവാം, ഡിപ്പെൻസ് അപ്പോൺ. അപ്പം ഇവിടെ നമ്മൾ പർട്ടിക്കുലർ എക്സാമ്പിൾ ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആകുന്നത്.
നമ്മൾ പണ്ടേ പഠിച്ചിട്ടുണ്ട് ലൈക്ക് ചാർജസ് റിപ്പൽ ഈച്ച് അതർ, അൺലൈക്ക് ചാർജസ് അട്രാക്ട് ഈച്ച് അതർ. അപ്പൊ ഫോഴ്സ് അതനുസരിച്ച് ഫോഴ്സിന്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കും, either attractive or അല്ലെങ്കിൽ repelling ആയിരിക്കും. So when two charged bodies are separated over a finite distance, each body experiences an electric force. നമ്മൾ ആദ്യം ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജിനെ പറ്റി പറഞ്ഞു, പിന്നെ നമ്മൾ വന്നപ്പം രണ്ട് ബോഡീസ് ഉണ്ട്, ചാർജ്ഡ് ബോഡീസ് ആണ്. അങ്ങനെയാണെങ്കിൽ if there is a distance between them, each will experience an electric force. നമ്മൾ ഇലക്ട്രിക് ഫോഴ്സ് പറഞ്ഞു, ഇനി കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് പറയും. എങ്ങനെയാണ് ഈ സബ്ജക്ട് പോകുന്നത്? they will experience an electric force. അത് നിങ്ങൾക്ക് മനസ്സിലായി? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? നിങ്ങൾ 11th പഠിക്കുന്ന കാര്യം തന്നെയാണ്, പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ക്ലിയർ ആണോ? അതെ സർ. ഓക്കെ. ദെൻ ഇപ്പം വേറൊരു കോൺസെപ്റ്റ് ഉണ്ട്, ഇപ്പം അധികാരം ഡിസ്കസ് ചെയ്യാത്ത നമ്മളിപ്പം നമുക്കറിയാം ഏതൊരു എക്യുപ്മെന്റ് ആണെങ്കിലും അവിടെ ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് ഇപ്പം നമ്മൾ ഒരു ഫോഴ്സ് ഉണ്ടെന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പൊ ആ ഫോഴ്സ് ഇറ്റ് ക്യാൻ ബി എൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആസ് വെൽ ആസ് ഇറ്റ് ക്യാൻ ബി എ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. സോ നമ്മൾ ആ കോൺസെപ്റ്റ് പറയുന്നത് ആൾദോ ദ ഇലക്ട്രോസ്റ്റാറ്റിക് ആൻഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആർ പ്രസന്റ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അവിടെ ഉണ്ട്, നമുക്കറിയാം. ഗുരുത്വാകർഷണം എന്ന് പറയുന്ന ഫോഴ്സ് അവിടെ ഉണ്ടാവും ഏതൊരു ഒബ്ജക്റ്റ് ആണെങ്കിലും. സോ ഇറ്റ് വിൽ ബിറ്റ്വീൻ ടു ചാർജ് ബോഡീസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ച്വലി നമ്മൾ നെഗ്ലക്ട് ചെയ്തതാണ്, ബിക്കോസ് മാസ് ഇസ് വെരി സ്മോൾ കമ്പയർഡ് ടു ദ ചാർജ്. അവിടെ ഉണ്ടാവുന്ന ചാർജ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഹൈ കമ്പയർഡ് ടു ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് is very high compared to gravitational force. നിങ്ങളിപ്പോ സ്വയം ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിക്കാന്നൊക്കെ ഉദ്ദേശിച്ച് നിങ്ങൾ ഇത് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു ടെക്സ്റ്റ് ബുക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം കുറച്ചിങ്ങനെ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞൊക്കെ ആ ടെക്സ്റ്റ് ബുക്കിന്റെ ആദ്യം ഉണ്ടാവുമല്ലോ, ഇങ്ങനെ ഇയാളാണ് കണ്ടുപിടിച്ചത് അങ്ങനെ. അപ്പൊ ആ ഒരു ഏരിയ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പോയിന്റ്സ് ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ നേരെ പിന്നെ നമ്മൾ ഇക്വേഷൻസിലേക്കൊക്കെ പോകും. അപ്പൊ ആ ഒരു ഇനിഷ്യൽ ഫേസിലുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഓക്കെ, അങ്ങനെ പറയുന്നു. പിന്നെ ഇതിന്റെ ഇലക്ട്രോസ്റ്റാറ്റിക് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ ആപ്ലിക്കേഷൻ എന്താണ്? we can find the force between two charged bodies. അപ്പൊ നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഇപ്പം ഞാൻ പറഞ്ഞു വെക്ടർ കാൽക്കുലസ് കഴിഞ്ഞ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിക്കും, അത് കഴിഞ്ഞ് മാഗ്നറ്റോസ്റ്റാറ്റിക്സ് പഠിക്കും എന്ന് പറഞ്ഞു. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ് ഇതിന്റെ ഈ ഒരു ആപ്ലിക്കേഷൻസിന്റെ കാര്യങ്ങളാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിക്കുന്നത്. സോ ആപ്ലിക്കേഷൻ എന്താണ്? it will be used to find the force between two charged particles. അതെ. then potential gradient എന്താണെന്നൊക്കെ നമ്മൾ പഠിക്കും മുന്നോട്ട് പോകുമ്പോൾ. then capacitance in a system of conductors, then energy stored in a capacitor. so ഇതൊക്കെ ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ ആപ്ലിക്കേഷൻ ആണ്. പിന്നെ ഒരു പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, അപ്പൊ നിങ്ങൾക്ക് ഒരു നമ്മൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് അല്ലേ നമ്മൾ, അപ്പം അതിന്റെ ഒരു അറിഞ്ഞിരിക്കണം. അപ്പം നോളജ് ഓഫ് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ഇൻ ആൻ ഇൻസുലേറ്റിംഗ് മീഡിയം ഇസ് നെസസറി ടു നോ വെദർ ഇറ്റ് ഈസ് വിത്തിൻ ദ ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ. നമുക്കറിയാം, നമുക്ക് ഒരു ഇൻസുലേറ്റർ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു ഇൻസുലേറ്റ് ഇപ്പൊ പവർ സിസ്റ്റം ഞാൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും. നമ്മളൊരു ഇൻസുലേറ്റർ എടുത്തു കഴിഞ്ഞാൽ ഏതൊരു ഇൻസുലേറ്റർ ആണെങ്കിലും അതിനൊരു ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് ഉണ്ട്, അതായത് മാക്സിമം എത്ര ഇലക്ട്രിക് ഫീൽഡ് അതിലൂടെ അതിന് പാസ് ചെയ്യാം. അപ്പം നമ്മൾ ആ ഒരു അതിൽ നിന്ന് മറ്റേ എക്യുപ്മെന്റ്സിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനും ആ കേബിളിനെ പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ നമ്മൾ ഇൻസുലേഷൻ കൊടുക്കുക. അപ്പൊ അതിനൊരു ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് ഉണ്ട്, എത്രമാത്രം ഇലക്ട്രിക് ഫോഴ്സ് അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പൊ അതൊക്കെ അതിനെ പറ്റിയൊക്കെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ വി ഷുഡ് നോ അബൌട്ട് ദ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ്. പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ഇൻ ഡീറ്റെയിൽ വരുന്നുണ്ട്. ഇപ്പം ആപ്ലിക്കേഷൻ പറയുമ്പോൾ ഞാൻ പറയാണ് ഇതൊക്കെ ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. ദെൻ പിന്നെയും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് അബൌട്ട് ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് എന്നൊക്കെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് ഓഫ് ഇൻസുലേറ്റിംഗ് മീഡിയം ഷുഡ് ബി സച്ച് ദാറ്റ് ഇറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ദ വോൾട്ടേജ്. ഞാൻ പറഞ്ഞത് വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലായിരിക്കണം ആ ഇൻസുലേറ്റിംഗ് മീഡിയത്തിന്റെ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്. ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം എത്ര ഇലക്ട്രിക് ഫീൽഡ് ആ ഒരു കേബിളിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ആ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യും എന്നതാണ് അതിന്റെ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്. ദെൻ ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ കണ്ടക്ടർ അല്ലെങ്കിൽ കേബിൾ. കണ്ടക്ടർ എന്ന് പറയുന്നതായിരിക്കും ഇപ്പം കണ്ടക്ടർ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ചേരുമ്പോഴാണ് ഒരു കേബിൾ എന്ന് നമ്മൾ പറയാം. സോ ഒരു കണ്ടക്ടർ ഉണ്ട്, അതിന്റെ ചുറ്റും അതിന്റെ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഉണ്ട്.
അപ്പോൾ രണ്ട് കണ്ടക്ടർ 2 വയർ, ഇപ്പൊ നമ്മൾ 2 വയർ സിസ്റ്റം 3 വയർ സിസ്റ്റം ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു 2 വയർ സിസ്റ്റത്തിൽ രണ്ട് കണ്ടക്ടർ ഉണ്ട്. അപ്പൊ ഇതൊരു കണ്ടക്ടർ ആണെങ്കിൽ അതിന്റെ ചുറ്റും അതിന്റെ ഇൻസുലേറ്റർ ഉണ്ടെങ്കിൽ അപ്പൊ എത്രമാത്രം ഇൻസുലേഷൻ വേണ്ടെന്ന് തീരുമാനിക്കുന്നത് the amount of insulation depends upon the potential difference between the 2 points. ഓക്കെ, ഞാൻ എന്തിനാണ് ഈ വക കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നത്? ശരിക്കും പവർ സിസ്റ്റം നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് തിയറി ആണ്. ഓക്കെ, അപ്പം സർക്യൂട്ട് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു സർക്യൂട്ട് തിയറിയും ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയും തമ്മിലുള്ള ഡിഫറൻസ്. സർക്യൂട്ട് തിയറി ആണെങ്കിൽ അത് ഏത് മീഡിയത്തിൽ ആണെന്നുള്ളത് നമ്മൾ ആലോചിക്കുന്നില്ല, റെസിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ്. പക്ഷേ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി ഇറ്റ് ഈസ് ഡിപെൻഡന്റ് ഓൺ ദ മീഡിയം ഇൻ വിച്ച് ഇറ്റ് ഈസ് പ്രസന്റ്. സോ അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഇപ്പം ട്രാൻസ്മിഷൻ ലൈനിന്റെ ട്രാവലിംഗ് വേവ്സും ഒക്കെ നമ്മൾ പഠിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയാണ്. ഓക്കെ, പിന്നെ നമ്മൾ കപ്പാസിറ്റൻസിന്റെ കാര്യങ്ങൾ പറയുമെന്ന് പറഞ്ഞു. സോ കപ്പാസിറ്റൻസ് ഈസ് യൂസ്ഡ് ആസ് എ സർക്യൂട്ട് പാരാമീറ്റർ ടു ഡെവലപ്പ് സർക്യൂട്ട് മോഡൽസ്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ട്രാൻസ്മിഷൻ ലൈൻ, ഇലക്ട്രോണിക് ഡിവൈസസിന്റെ പാരാമീറ്റേഴ്സ് ഒക്കെ അവിടെയും നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. Then again we can say that capacitors are used for improvement of power factor and power supply. നമ്മൾ capacitors യൂസ് ചെയ്ത് പവർ ഫാക്ടർ ഇംപ്രൂവ്മെന്റ് വരുന്നുണ്ട്. അതും പവർ സിസ്റ്റത്തിൽ പഠിക്കും നമ്മൾ. ചിലർക്ക് ഓൾറെഡി അറിയാം, നമ്മൾ യൂണിറ്റി പവർ ഫാക്ടർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, യൂണിറ്റി പവർ ഫാക്ടർ എന്ന് പറയുന്നത് ഐഡിയൽ കണ്ടീഷനാണ്. 0.9 ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ കപ്പാസിറ്റർ ബാങ്ക് ഉപയോഗിച്ച് പവർ ഫാക്ടർ ഒക്കെ ഇംപ്രൂവ് ചെയ്യും. സോ ഇതെല്ലാം എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. ദെൻ നമ്മുടെ ലാബിലൊക്കെ ഉള്ള, നമ്മൾ അനലോഗ് ലാബിലും ഇലക്ട്രോണിക്സ് ലാബിലൊക്കെ യൂസ് ചെയ്യുന്ന നമ്മുടെ CRO, കാഥോഡ് റേ ഓസിലോസ്കോപ്പ്, അതിലും ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. കാഥോഡ് റേ ഓസിലോസ്കോപ്പ്, കാഥോഡ് റേ. ഇപ്പൊ നിങ്ങൾ മെഷർമെന്റ്സിൽ ഇപ്പൊ നമ്മൾ എടുത്തോണ്ടിരിക്കുന്നത് ഇലക്ട്രിക്കൽ മെഷർമെന്റ്സ് ആണ്. ഇലക്ട്രോണിക് മെഷർമെന്റ്സ് എടുക്കുമ്പോൾ യു വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് കാഥോഡ് റേ oscilloscope, oscilloscope and all you will understand. Then electrostatic precipitators ഉണ്ട്, ഫിൽറ്ററിങ്ങിന് വേണ്ടി ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയും we have electrostatic precipitators. ഇപ്പോൾ ആഷ്, ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ സിമെന്റ് ഫാക്ടറി, കെമിക്കൽ ഫാക്ടറി, തെർമൽ പവർ പ്ലാന്റിലൊക്കെ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റേഴ്സ് ഉണ്ട്. സോ അതും ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. ദെൻ നമ്മുടെ സെറോക്സ് മെഷീൻ, സെറോഗ്രാഫിക് മെഷീൻസിലും ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ ആപ്പ്. അപ്പം നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടാം, ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഇതിൽ ഏത് മെഷീൻ, PSCക്ക് ഞാൻ കണ്ടിട്ടുണ്ട്, ഇതിൽ ഏത് ആപ്ലിക്കേഷൻ ആണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് വരുമ്പോൾ? സെറോക്സ് മെഷീൻ, ദെൻ പിന്നെന്താണ് പറയുന്നത്, സെറോക്സ് മെഷീൻ, പിന്നെ എന്തായിരുന്നു നമ്മുടെ പ്രസിപ്പിറ്റേറ്റർ, CRO, കപ്പാസിറ്റർ. അപ്പൊ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിൽ ഇപ്പൊ ഏതാണ്? ഇപ്പൊ മാഗ്നറ്റോസ്റ്റാറ്റിക്സ്, ഇലക്ട്രോസ്റ്റാറ്റിക്സ്, അങ്ങനെ ഓപ്ഷൻസ് ഉണ്ടാവും. ചിലപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് രണ്ടും ഉണ്ടാവും. അപ്പം you can say that it is we are using electrostatic phenomena. Then the phenomenon of corona എന്ന് പറഞ്ഞാൽ ഇപ്പൊ കണ്ടക്ടർ ഉണ്ടെങ്കിൽ it will be forming. അപ്പോൾ നിങ്ങൾ പവർ സിസ്റ്റത്തിൽ പഠിക്കും the formation of thunder clouds and lightning phenomena, അതെല്ലാം സ്റ്റാറ്റിക് ചാർജ് ആണ്. ഇടിയിപ്പം ഇന്നലെയൊക്കെ ആണെങ്കിൽ നല്ല മഴയായിരുന്നു, അപ്പൊ അതാണ് ഞാൻ ക്ലാസ് രാവിലത്തേക്ക് ആക്കിയത്. അപ്പൊ തണ്ടർ ക്ലൗഡ്സ്, ലൈറ്റ്നിങ് ഫിനോമിന, അതൊക്കെ എന്താണ്? ഒരു സ്റ്റാറ്റിക് ചാർജ്, ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. Then the formation of corona on the surface of the conductors of overhead transmission line is explained by the use of electric field lines. നമ്മൾ ഇനി ഇലക്ട്രിക് ഫീൽഡ് ലൈൻ നമ്മൾ പറയാം, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വെച്ചിട്ട് അതിന് ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്, കൊറോണ എഫക്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ പഠിക്കും, പവർ സിസ്റ്റത്തിൽ പഠിക്കും. അപ്പം ഇവിടെ ഇതെല്ലാം എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. ഓക്കെ, സോ ഇത്രയുമാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പൊ ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദെൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് നമ്മളൊരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ റബ്ബർ ആൻഡ് വൂൾ വെച്ചിട്ട് പറഞ്ഞു. ദെൻ അതിന്റെ പലതരമുള്ള ആപ്ലിക്കേഷൻസ് പറഞ്ഞു, റിയൽ ലൈഫിലുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം പറഞ്ഞു. ഇനി നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? അതെ സർ. ഓക്കെ, ഇനി നമ്മൾ കുളംസ് ലോ പഠിക്കാൻ പോവുകയാണ്. അപ്പൊ നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്? നമ്മുടെ കയ്യിൽ ഇപ്പൊ രണ്ട് പാർട്ടിക്കിൾ ഉണ്ട്, അത് തമ്മിൽ ചാർജ്ഡ് ആണെങ്കിൽ അതിന്റെ ഇടയ്ക്ക് ഒരു ഫോഴ്സ് ഉണ്ടാവും എന്ന് ഇത്രയും ടെക്നിക്കൽ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. പിന്നെ അല്ലാണ്ട് തിയറട്ടിക്കൽ ആയിട്ട് അതിന്റെ യൂസും കാര്യങ്ങളൊക്കെ പഠിച്ചു. ടെക്നിക്കലി ഇത്രയും നോളജ് നമ്മളുണ്ട്. ഇനി അവ തമ്മിലുള്ള ഫോഴ്സ് എന്താണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ കുളംസ് എന്ന് പറഞ്ഞ ആള് ഈ ഫൗണ്ട് ഔട്ട്, അയാളാണ് കണ്ടുപിടിച്ചത്. ആ ഫോഴ്സിന് അയാൾ ഒരു മാത്തമാറ്റിക്കൽ ഡിറവേഷൻ ഒക്കെ കണ്ടുപിടിച്ചിട്ട് ആ ഫോഴ്സിന് ഒരു ഇക്വേഷൻ അയാൾ കണ്ടുപിടിച്ചു. സോ എന്താണത് പറയുന്നത്?
This law refers to the interaction between two concentrated or point charges. So എന്താണ് point charge എന്ന് പറഞ്ഞാൽ? Point charge is one whose maximum dimension is very small in comparison with any other length referred in the problem. ഒരു point charge എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താണ് സ്മോൾ ചാർജ് ആയിരിക്കും. അപ്പം അതിന്റെ ഇപ്പൊ രണ്ട് ചാർജ് ഉണ്ടെങ്കിൽ അവ തമ്മിലുള്ള ലെങ്ത് ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ആ ചാർജിന്റെ ഡയമെൻഷൻ ഒരു സർക്കുലർ ബോഡി ആണെങ്കിൽ വളരെ ചെറുതായിരിക്കും. ഇപ്പം 100 മീറ്ററിൽ അകലത്തിൽ രണ്ട് ചാർജ് ഉണ്ട്, പക്ഷെ അതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 0.0001 മീറ്റർ സ്ക്വയർ അങ്ങനെയൊക്കെയുള്ള ചാർജ് ആണെങ്കിൽ അതൊരു പോയിന്റ് ചാർജ് ആയിരിക്കും. അതിന്റെ മറ്റുള്ള ലെങ്തിനെ അപേക്ഷിച്ച് that value will be very small. Then we say it's a point charge. കൂടുതൽ questions വരുമ്പം a point charge is present at point P. Then another point charge is present at 100 this much distance away. അപ്പം point charge എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പേടിക്കണ്ട. point charge and charge മിക്കപ്പോഴും നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ point charge വെച്ചാണ് പഠിക്കുന്നത്. So point charge. Then it is based on the experimental observations made by Charles Augustin de Coulomb in 1785. 1785 ലാണ് പുള്ളി ഇത് കണ്ടുപിടിച്ചത്. സോ എന്താണ് പറയുന്നത്? We have two charges, Q1 and Q2. Q3 അവിടെ നിൽക്കട്ടെ, Q3 ഞാൻ പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. You have two charges, Q1 and Q2. അപ്പം Q1 is positive as well as Q2 is also positive. Q1 ഉം Q2 ഉം പോസിറ്റീവ് ആണെങ്കിൽ ഇതിന്റെ ഈ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും. ബിക്കോസ് പോസിറ്റീവ് ചാർജസ് ദേ വിൽ റിപ്പൽ ഈച്ച് അതർ അല്ലെ. Q1 അടുത്തേക്ക് വരുന്നതോറും അടുത്തേക്ക് വരുമെന്നല്ല, ആ ഒരു if there is a distance t then that means positive charge will repel each. അതുകൊണ്ടാണ് ഇതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഡയറക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡയറക്ഷൻസ് ഒക്കെ അതിന്റെ നമുക്ക് അതിന്റെ ഇഷ്ടാനുസരിച്ചും കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ യൂണിറ്റ് വെക്ടർ ഒക്കെ പഠിച്ചത്. അപ്പം ഇതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. ഇതിന്റെ ഡയറക്ഷൻ റൈറ്റ് സൈഡിലേക്കാണ് എന്നുള്ളതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? സെയിം ചാർജ് ആയതുകൊണ്ട് റിപ്പൽ ചെയ്യുന്നു. Okay, so like charges repel each other whereas unlike charges attract each other. അതൊരു കോൺസെപ്റ്റ്. Then slowly നമ്മൾ Coulomb's ഇക്വേഷനിലേക്ക് വരികയാണ്. അപ്പം നമ്മുടെ കയ്യിൽ രണ്ട് ചാർജ് ഉണ്ടായിരുന്നു, Q1 Q2 and there was a distance d between them. അപ്പൊ ഇതും പോസിറ്റീവ് ആയിരുന്നു, ഇതും പോസിറ്റീവ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ we can say that Coulomb's law എന്താണ് പറയുന്നത്? F is proportional to Q1 Q2 as well as it is proportional to the square of the distance between them. അപ്പൊ ഞാൻ ഇത് നമ്മൾ 11th പഠിച്ചത്. അപ്പൊ 11th എന്നെ പഠിപ്പിച്ച മാമിനെ ഇപ്പൊ ഞാൻ ഓർക്കുന്നു, മാമിനെ പഠിപ്പിച്ച് ഞാൻ ഓർക്കുന്നു. അപ്പൊ നമ്മൾ ബൈ ഹാർട്ട് ചെയ്തു, പിന്നെ നമ്മൾ മനസ്സിലാക്കി 11th സ്റ്റാൻഡേർഡിൽ പഠിച്ചു. അപ്പൊ സെയിം കാര്യം തന്നെയാണ് നിങ്ങളുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ പഠിക്കുന്നത്. സോ Coulomb's law states that the force between two point charges separated in free space or vacuum. കണ്ടോ, ഫ്രീ സ്പേസ് അല്ലെങ്കിൽ വാക്വം. നമ്മൾ കൺട്രോൾസ് നെറ്റ്വർക്ക് തിയറി പറയുമ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ഒന്നും നമ്മൾ പറയുന്നില്ല, അതിന്റെ മീഡിയം നമ്മൾ പറയുന്നില്ല. So Coulomb's law states that the force between two point charges separated in free space or vacuum by a distance which is large compared to their size. അതാണ് പോയിന്റ് ചാർജ്. പോയിന്റ് ചാർജിന്റെ കോൺസെപ്റ്റ്. By a distance which is large compared to their size is proportional to the charge on each and inversely proportional to the square of the distance between them and is directed along the line joining the two charges. So our force in the direction എന്ന് പറയുന്നത് it will be along the line joining two charges. അപ്പം പോസിറ്റീവ് ആണെങ്കിൽ റിപ്പല്ലിംഗ് ടൈപ്പ് ആയിരിക്കും. അപ്പം രണ്ട് ഓപ്പോസിറ്റ് ചാർജ് ആണെങ്കിൽ the direction will change. It depends upon the type of the charge. ഇതാണ് Coulomb's law. F is proportional to Q1 Q2 inversely proportional to the square of the distance between them, and the charge should be a point charge. And it can be in free space as well as it can be in vacuum. Okay. ഇനി നമ്മൾ ഒരു വെക്ടർ അനാലിസിസ് നമ്മൾ ഇതൊക്കെ നമ്മൾ സബ്ജക്റ്റിന്റെ ഡീപ് സബ്ജക്റ്റിലേക്ക് വരികയാണ്. സോ വെക്ടർ അനാലിസിസ് എന്താണ് പറയുന്നത്? സോ നമ്മൾ ഇത് ഒരുമിച്ചാക്കി. The force is proportional to Q1 Q2 by d square. അപ്പൊ Q1 Q2 by d square എന്ന് പറയുമ്പോൾ ഇത്രയെന്ന് പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ആവുന്നുള്ളൂ. This is only the magnitude. നമുക്ക് അതിന്റെ ഡയറക്ഷൻ അറിയണം. നമ്മൾ Coulomb's ഓൾറെഡി പറഞ്ഞു, ഇറ്റ് ഈസ് ഡയറക്റ്റഡ് അലോങ് ദ ലൈൻ ജോയിനിങ് ദ ടു ചാർജസ്. അപ്പം ഇത് Q1 Q2 ആണെങ്കിൽ ഇഫ് യു ആർ ടേക്കിംഗ് ദിസ് ആസ് ദ ഒറിജിൻ വിത്ത് റെസ്പെക്ട്, ഇപ്പൊ നമുക്കറിയാം ഏതൊരു പോയിന്റും 3 ഡയമെൻഷണൽ സ്പേസിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു, ഫസ്റ്റ് ക്ലാസ് അല്ല നമ്മുടെ ബേസിക്സിൽ നമ്മൾ പഠിച്ചു, നമുക്ക് അതിന്റെ പൊസിഷൻ വെക്ടർ പറയാൻ പറ്റും. അപ്പം
ഇതിപ്പോ 0 0 0 ആയിരിക്കും. ദിസ് വിൽ ബി 0 0 0 ആണെങ്കിൽ R1 പോർഷൻ വെക്കാം. അപ്പൊ ഈ പോയിന്റ് എത്താണ് x y z ആണെങ്കിൽ x മൈനസ് 0 y മൈനസ് 0 z മൈനസ് 0. അപ്പൊ അതായിരിക്കും അതിന്റെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ Q1 to Q2 നമ്മൾ Q1 Q2ന്റെ ഇടയ്ക്കുള്ള യൂണിറ്റ് ചാർജ് എത്ര എന്താണ് യൂണിറ്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡും നമ്മൾ കണ്ടുപിടിച്ച് പഠിച്ചതാ, പ്രോബ്ലം ചെയ്തതാണ്. അതാണ് സെയിം കോൺസെപ്റ്റ് ഇവിടെ വരുന്നത്. അപ്പം ഇതിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ Q1ന്റെയും Q1 to Q2 ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം ഈ യൂണിറ്റ് വെക്ടർ നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യുകയാണെങ്കിൽ യൂണിറ്റ് വെക്ടർ എങ്ങനെ കണ്ടുപിടിക്കും? Q1 നമ്മുടെ കയ്യിലുണ്ട് x1 y1 z1 x2 y2 z2 ആണെങ്കിൽ a12 കണ്ടുപിടിച്ചൂടെ? കണ്ടുപിടിക്കാൻ അറിയാമോ? x2 minus x1. അതെ അതെ, x2 minus x1 plus y2 minus y1 അങ്ങനല്ല, x2 minus x1 ax plus y2 minus y1 ay plus z2 minus z1 az by root of x2 minus x1 the whole square plus y2 minus y2 the whole square plus z2 minus z1 the whole square. അതാണ് യൂണിറ്റ് വെക്ടർ. ഒരു പ്രോബ്ലം ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പം ഇപ്പൊ ഇത് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ നമ്മൾ കൊണ്ടുവന്നു. കോളംസ് ലോ നമ്മൾ മാഗ്നിറ്റ്യൂഡ് പ്ലസ് ഡയറക്ഷൻ. അപ്പം ഡിപ്പെൻഡിങ് അപ്പോൺ ദ നേച്ചർ ഓഫ് Q1 ആൻഡ് Q2 ഇറ്റ് വിൽ ബി റിപ്പൾസീവ് അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആയിരിക്കും. ഇതാണ് നമ്മുടെ കൂളംസ് ലോ. ക്ലിയർ അല്ലേ കൂളംസ് ലോ? നിങ്ങൾ ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ 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 ഓക്കെ. Then okay, അപ്പൊ ആ ടേംസ് ഒക്കെ ഞാനൊന്ന് പറയുകയാണ്. Q1 ആൻഡ് Q2 എന്ന് പറയുന്നത് Q2 ആർ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ക്വാണ്ടിറ്റീസ് ഓഫ് ദ ചാർജ്. D എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. K എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. K എന്ന് പറയുന്നത് 1/4 pi epsilon 0. എപ്സിലോൺ എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എപ്സിലോൺ എന്ന് പറയുന്നത് 8.85 into 10⁻⁻12 ഫാരഡ് പെർ മീറ്റർ ആണ്. ഓക്കെ, അപ്പം ഇതേ സെയിം സാധനത്തിനെ വേണമെങ്കിൽ യു കെൻ യൂസ് 1/36 pi into 10⁻9 ഫാരഡ് പെർ മീറ്റർ എന്നും വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. 8.85 into 10⁻12 എന്ന് പറയുന്നതിന് പകരം 1/36 pi into 10⁻9 ഫാരഡ് പെർ മീറ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. എപ്സിലോൺ ക്യാൻ ബി റീപ്ലേസ് വിത്ത് ദാറ്റ് വാല്യൂ ഓൾസോ. അപ്പൊ നിങ്ങളുടെ കാൽക്കുലേഷന്റെ എളുപ്പം അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലായിക്കോളും. ജസ്റ്റ് ഞാൻ ടേംസ് പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ കൂളംസ് പറഞ്ഞ ലോ എന്ന് പറയുന്നത് F2 എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആക്ടിങ് ഓൺ 2 ഡ്യൂ ടു ചാർജ് 2 ഡ്യൂ ടു ചാർജ് 1. അതാണ് F2. That is Q1 Q2 by 4 pi epsilon 0 d square and A12. That is unit vector in the direction of R12. നിങ്ങൾ ഓൾറെഡി പറഞ്ഞ കാര്യം A12 എന്ന് പറയുന്നത് R12 by mod of R12. That is R2 minus R1 by mod of R2 minus R1. That is epsilon is equal to 1/36 pi into 10⁻9. Then distance എന്ന് പറയുന്നത്, അപ്പൊ ഈ ഡിസ്റ്റൻസ് എങ്ങനെ വരും? ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നതും ആ പൊസിഷൻ വെക്ടർ തന്നെ ആയിരിക്കും അല്ലേ? ഡിസ്റ്റൻസ് അത് തന്നെയല്ലേ? ആ പൊസിഷൻ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് മോഡ് ഓഫ് R12 തന്നെയാണ്, അതായത് മോഡ് ഓഫ് R2 minus R1 തന്നെയാണ് D എന്ന് പറയുന്നത്. അപ്പൊ പല ടെക്സ്റ്റ് ബുക്കിലും ഈ മോഡുലസിൽ വരുന്ന R2 minus R1 ഇത് ഈ യൂണിറ്റ് വെക്ടർ ചെയ്യുമ്പോൾ വരുന്ന R2 minus R1 ഈ ഡിസ്റ്റൻസിലുള്ള R2 minus R1 ഒക്കെ കമ്പൈൻ ചെയ്ത് ചിലപ്പോൾ D ക്യൂബ് എന്നൊക്കെ എഴുതി വെക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ കൺഫ്യൂഷൻ വരരുത്. ക്ലിയർ അല്ലേ? അതായത് ഇതേ മൾട്ടിപ്ലൈഡ് ബൈ ഇത്. അപ്പൊ ക്യൂബ് വേണമെങ്കിലും ക്യൂബിലായിട്ട് വേണമെങ്കിലും എഴുതാം. നിങ്ങൾ ആലോചിക്കുക, കൊളംസ് ലോയിൽ സ്ക്വയർ ആണല്ലോ വരുന്നത്. ഇപ്പൊ ഈ ഇവിടെ എന്താണ് ക്യൂബ് വന്നതെന്ന് ഡൗട്ട് വരാം. ഞാൻ +1 വെച്ച് എനിക്ക് ഡൗട്ട് വന്നിരുന്നു. അപ്പം ക്ലിയർ അല്ലേ? അത് യൂണിറ്റ് വെക്ടറിന്റെ ക്യൂബാണ് ഇവിടെ വരുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഒരു പ്രോബ്ലം ഒന്ന് സ്വമേധയാന്ന് ട്രൈ ചെയ്തേ. നിങ്ങൾ സീനിയർ കുട്ടികളല്ലേ, അപ്പം സീനിയർ സ്റ്റുഡൻസ് അല്ലേ, അപ്പം ഞാനായിട്ട് ചെയ്യിക്കണ്ടല്ലോ, ഒന്ന് ചെയ്ത് നോക്കൂ. ഓൾറെഡി നിങ്ങൾ പഠിച്ചതല്ലേ, ആദ്യമായിട്ട് പഠിക്കാനല്ലോ. A 2 millicoulomb positive charge is located in vacuum at P1. ഇപ്പൊ P1 ഇത്രയുണ്ട്.
and 2 millicoulomb പോസിറ്റീവ് ആണ്. then 5 microcoulomb, മൈക്രോ മില്ലി ഒക്കെ അറിഞ്ഞിരിക്കണം 10 എത്ര ആണെന്നുള്ളത്. and നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്നത് P2 ആണ്. then find the vector force on the negative charge. അപ്പം F2 ആണ് ചോദിച്ചിരിക്കുന്നത്. F2 ഓക്കെ, F2 എന്ന് പറയുമ്പോൾ on the negative charge due to the positive charge ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഒന്ന് കണ്ടുപിടിച്ചേ A. I will give you some 2 minutes. ഒന്ന് കണ്ടുപിടിച്ചേ. ഓക്കെ, സോ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ഫസ്റ്റ് നമ്മൾ അതിന്റെ പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കണം. R12 എന്ന് പറയുന്നത് R2 മൈനസ് R1 നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അപ്പൊ R2 മൈനസ് R1 എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 മൈനസ് 3 മൈനസ് 4 മൈനസ് 2 2 മൈനസ് മൈനസ് 4. ഇനിഷ്യലി നിങ്ങൾ ഇക്വേഷൻ എഴുതുക. സോ എങ്ങനെ വരിക? നമുക്കറിയാം F2 എന്ന് പറയുന്നത് Q1 Q2 ഡിവൈഡഡ് ബൈ 4πε0 ഇൻറ്റു R12. നമ്മൾ പറഞ്ഞ പോലെ തന്നെ രണ്ട് ചാർജ് Q1 Q2, ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു. സോ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് യൂണിറ്റ് വെക്ടർ A12 ആണ്. ആരോ കൊടുക്കണ്ട, A12 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് R12 എന്താണെന്ന് അറിയണം. അപ്പം ദിസ് ഈസ് R12. R12 എന്ത് വരും? മൈനസ് 2ax മൈനസ് 2ay പ്ലസ് 6az. അത് കിട്ടിയോ? ഓക്കെ, അപ്പൊ R12 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിന്റെ മോഡുലസ് എടുക്കാം. മോഡുലസ് വിൽ ബി -2 സ്ക്വയർ 6 സ്ക്വയർ. അപ്പം 6 റൂട്ട് ഓഫ് അത്രയും വരുമ്പോൾ 6.633 അതിന്റെ റൂട്ട് കിട്ടി. അപ്പം ഇതും കിട്ടി, ഇതാണ് കിട്ടി, ഇതും കിട്ടി. ഇത് നമ്മുടെ കയ്യിലുണ്ട്. Q1 Q2 തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. 4πε0 എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. 36 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പം ഞാൻ കണ്ടുപിടിക്കാം. Q1 Q2 2 × 10⁻³ into -5 × 10⁻³ divided by 4πε0 into 6.63 square. ഇവിടെ ഉണ്ട് 6.63. പിന്നെ നമ്മുടെ യൂണിറ്റ് വെക്ടർ R12 -2ax minus 2ay plus 6az. Then നെഗറ്റീവ് ചാർജ് നെഗറ്റീവ് നമ്മള് ചാർജ് നെഗറ്റീവ് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. നെഗറ്റീവ് ഇട്ട് കൊടുത്തോളൂ. കാരണം നമ്മളിവിടെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് പറയുന്നില്ല. അപ്പൊ ചാർജ് നെഗറ്റീവ് ഇടാം. -5 ആയിട്ടുണ്ട് ഇവിടെ. ഓക്കെ, then അങ്ങനെ വരുമ്പോൾ 2 × 10⁻³ into -5 × 10⁻6 by 4πε0 6.3 അങ്ങനെ എല്ലാം വന്നിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. ഈ ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക. ഈ ആൻസർ കിട്ടിയില്ലെങ്കിൽ എന്നോട് പറയും. നിങ്ങൾ ഇത്രയും മൾട്ടിപ്ലൈ ചെയ്ത് ഇതുവരെ ഡിവൈഡ് ചെയ്യുക. ദെൻ ε0ന്റെ വാല്യൂ കൊടുക്കുക. ദെൻ യു ചെക്ക് വെദർ യു ആർ ഗെറ്റിംഗ് ദിസ് ആൻസർ ഓർ നോട്ട്. ഈ മൈനസ് അകത്തേക്ക് വന്നിട്ട് ആണ് ഇത് പ്ലസും പിന്നെ ഇത് പിന്നെ മൈനസ് ആയത്. ഓക്കെ, അപ്പം ക്വസ്റ്റ്യനിൽ നമുക്ക് നെഗറ്റീവ് ചാർജ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നെഗറ്റീവ് ചാർജ് കൊടുക്കണം. യു ഷുഡ് ഗിവ് ദാറ്റ്, നോട്ട് ഓൺലി ദ മാഗ്നിറ്റ്യൂഡ്. കാരണം നമ്മൾ കൊളംസ് ലോയിൽ Q1 എന്ന് പറയുന്നത് വെക്ടർ ക്വാണ്ടിറ്റി ആണ്. Q1 മുകളിൽ ആരോ ഉണ്ടല്ലോ, വെക്ടറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ആരോ മുകളിലുണ്ടല്ലോ. അപ്പം യു ഷുഡ് ഗിവ് ദ മാഗ്നിറ്റ്യൂഡ് ഓൾസോ, മാഗ്നിറ്റ്യൂഡ് ആസ് വെൽ ആസ് ദ ചാർജ് ഓൾസോ, ഡയറക്ഷൻ ഓൾസോ. സോ ദിസ് ഈസ് ദ ആൻസർ. ആൻസർ നോട്ട് ചെയ്തോളൂ. അപ്പം ഇത് കിട്ടുന്നുണ്ടോ നോക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ബി പാർട്ട് ഉണ്ടായിരുന്നു. വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സ് ഓൺ ദ ചാർജ് അറ്റ് P1? I think this was P1. Let me check. What is the magnitude of the force? Okay, P1 എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു പോയിന്റ് തന്നെയാണ്. അതായത് നേരെ തിരിച്ചാണെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചത് ഫോഴ്സ് ഓൺ ദ നെഗറ്റീവ് ചാർജ് ആണ്. അത് P2. P1 എന്ന് പറഞ്ഞാൽ ഇത്. ഓക്കെ, P1 ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടല്ലോ. ഓക്കെ, സോറി. P1 എന്ന് പറയുന്നത് 3 - 2. ഇതാണ് നമ്മുടെ P1. ഞാൻ അതിനെ Q1 എന്ന് എഴുതിയപ്പോൾ എനിക്ക് പെട്ടെന്ന് ഡൗട്ട് വന്നു. P1 ഇത് തന്നെയാണ് നമ്മുടെ P2. ഞാൻ ചാർജിനെ Q എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പം നേരെ തിരിച്ച് ഇപ്പൊ നമ്മള് ഫോഴ്സ് ഓൺ P2 ആണ് കണ്ടുപിടിച്ചത്. ഫോഴ്സ് ഓൺ P1 സെയിം തന്നെയല്ലേ? ഫോഴ്സ് ഓൺ P1 സെയിം തന്നെയല്ലേ? വെക്ടർ ഫോഴ്സ് എന്ന് പറയുന്നത് സെയിം തന്നെ ആയിരിക്കില്ലേ? അതെ. അപ്പൊ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ ജസ്റ്റ് അതിന്റെ റൂട്ട് ഓഫ് എടുത്താൽ മതി.
So we will get the magnitude. That is 2.043 Newton. So അത് നിങ്ങൾ ചെയ്ത് നോക്കുക. That also answer also you will get. So അപ്പോൾ നമ്മൾ കുളംസ് ലോ പഠിച്ചു കഴിഞ്ഞു, ഒരു പ്രോബ്ലം ചെയ്തു. സോ അതിൽ വെക്ടർ, അപ്പൊ എവിടെയൊക്കെ വെക്ടർ വരുന്നു, എവിടെയൊക്കെ നെഗറ്റീവ് സൈൻ വേണം, അതൊക്കെ ക്ലിയർ ആയിരിക്കണം. ദെൻ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ കോൺസെപ്റ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ദെൻ ഫീൽഡ് ഡ്യൂ ടു ലൈൻ ചാർജ്. അപ്പം ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്താണ്, അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാം. സോ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്ത് രണ്ട് ചാർജസ് ഉണ്ട്. We have two charges, Q1 and Q2. Then അവിടെ നിന്നുള്ള അപ്പം Q1 Q2 ഇപ്പം പല സ്ഥലങ്ങൾ, ഇപ്പം ഇതിപ്പം Q3 ആയിക്കോട്ടെ, ഇത് Q2 അല്ലല്ലോ, ഇത് Q3, ഇത് Q3, ഇത് Q4. അങ്ങനെ ആകുമ്പം ഇവ തമ്മിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോഴ്സ് ഉണ്ട്. Q1 ഉം Q2 തമ്മിലൊരു ഫോഴ്സ് ഉണ്ട്, Q1 ഉം Q4 തമ്മിലൊരു ഫോഴ്സ് ഉണ്ട്, Q1 ഉം Q4 പിന്നെ Q2 അത് ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല. ഇവരെല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോഴ്സ് ഉണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ F2, ഇതിനെ നമ്മൾ F3 എന്ന് മാർക്ക് ചെയ്തു. ദിസ് ഷുഡ് ബി F3. നമ്മൾ F3 എന്ന് മാർക്ക് ചെയ്തു, ഇത് F4 എന്നൊക്കെ മാർക്ക് ചെയ്തു. F2 എന്താണ്? ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സെക്കൻഡ് ചാർജ് ബൈ ദ ഫസ്റ്റ് ചാർജ്. അതാണ് നമ്മളിപ്പോ കണ്ടുപിടിച്ചത്. Q1 Q2 Q2 എടുത്ത് F2 ഉണ്ടാവും. ദാറ്റ് ഈസ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സെക്കൻഡ് ചാർജ് ബൈ ദ ഫസ്റ്റ് ചാർജ്. അതുപോലെ തന്നെ F2 എന്താണ്? അതെ, ആ സെയിം തന്നെയാണ്. അപ്പൊ ഞാൻ സ്കിപ്പ് ചെയ്ത് പറഞ്ഞതാണ്. F2 എന്ന് പറഞ്ഞാൽ അത് തന്നെ, ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സെക്കൻഡ് ചാർജ് ബൈ ദ ഫസ്റ്റ് ചാർജ്. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? Q1 Q2 ബൈ റൂട്ട് ഓഫ് 4πε0 into mod of R12 the whole ഡിസ്റ്റൻസ് into a cap. അത് അകത്തോട്ടൊന്നും മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല. നമ്മുടെ ബേസിക് കൊളംസ് ലോ നമ്മൾ ഇവിടെ എഴുതി. നമുക്കറിയാം അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്ന്, ബിക്കോസ് വി ഹാവ് ഗിവൺ ദ ഡയറക്ഷൻ ഓൾസോ. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി, നിങ്ങൾക്ക് എക്സാമിന് ചിലപ്പം ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്താന്ന് മാത്രമായിരിക്കും ചോദിക്കുക. അപ്പം എന്താണ്? ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ്. വെരി ഇമ്പോർട്ടന്റ് ആണ്, ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ്. അപ്പൊ ഫോഴ്സ് നമ്മൾ കൊളംസ് ലോ വെച്ച് കണ്ടുപിടിച്ചു. അതേ ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ്, അതായത് F/Q. Q എന്ന് പറഞ്ഞാൽ കുളമ്പാണ്. ചാർജിന്റെ യൂണിറ്റ് കുളമ്പാണ്. നമുക്കറിയാം ഫോഴ്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. അപ്പം ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിക്ക് നമ്മൾ ഒന്നും പഠിച്ചിട്ടില്ലാത്ത, ഇപ്പം നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ചിരിക്കുന്നത് വോൾട്ട് പെർ മീറ്റർ ആണെന്നാണ്. പക്ഷെ ഒരു PSC എക്സാം വന്നപ്പം വോൾട്ട് പെർ മീറ്റർ ഓപ്ഷനിൽ ഇല്ല, പക്ഷെ ന്യൂട്ടൺ പെർ കൊളംബ് എന്നുണ്ട്. ന്യൂട്ടൺ പെർ കൊളംബും കറക്റ്റാ, കോൺസെപ്റ്റ് അറിയുന്ന ഒരാൾക്കേ അത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം, ന്യൂട്ടൺ പെർ യൂണിറ്റ് ചാർജ്, ന്യൂട്ടൺ പെർ കൊളംബ് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അതാണ് എന്ത് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി, ഫോഴ്സ് പെർ എന്താണ് ചാർജ്, യൂണിറ്റ് ചാർജ്. Q1 by 4πε12 അതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. നമ്മൾ ഒരു Q അടിയിൽ വന്നപ്പം Q2 വന്നോണ്ട് ആ Q2 മുകളിലത്തെ Q2 താഴത്തെ Q2 കൂടെ കട്ടായി പോയി. Q2 ഉണ്ട്, Q2 കൂടെ കട്ടായി പോയി. അങ്ങനെയാണ് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാനാണെങ്കിൽ Q1 by 4πε0 ഡിസ്കവറിന്റെ A12 ചെയ്താൽ മതി. രണ്ടും Q1 Q2 ചെയ്യണ്ട. അപ്പം നമ്മുടെ കയ്യിൽ എന്താണ് ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് ഉണ്ട്. അപ്പൊ നമ്മുടെ അടുത്ത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു Q2 കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആ Q2 എടുത്ത് ആ ഫോഴ്സിനെ അങ്ങ് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കിട്ടും. അതാണ് നമ്മുടെ E2. സോ അപ്പൊ അതിന്റെ യൂണിറ്റ്സ് വോൾട്ട് പെർ മീറ്റർ എന്നും ഒരു യൂണിറ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ അതൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഒക്കെ ബേസിസിൽ വരുന്നതാണ്. ഓക്കെ, വോൾട്ട് പെർ മീറ്റർ ഉണ്ട്. സോ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്താണ്? Electric field intensity is the force experienced by unit positive charge kept in the vicinity of another charge. അത് ഞാനിപ്പം എക്സാമ്പിൾസ് ആയതാ ഞാൻ പറഞ്ഞു. ഫോഴ്സ് നമ്മുടെ ഉണ്ടെങ്കിൽ ആ ഒരു ചാർജ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇപ്പൊ ഇവിടെ നമ്മൾ ഏതൊരു കാര്യവും ഡിഫൈൻ ചെയ്യുമ്പോൾ യൂണിറ്റ് ചാർജ് വെച്ചിട്ടാ പറയാ. സോ അതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. So electric field intensity നമുക്ക് we should know that in terms of an equation. എങ്ങനെ വരും? Electric field intensity E2 is equal to അതൊരു വെക്ടർ ആയിരിക്കും Q by
4 pi epsilon 0 into r12, ആ ഡിസ്റ്റൻസ് whole square into that unit vector, unit by mod of r1. അപ്പോൾ യൂണിറ്റ് വെക്ടർ ആവുക വോൾട്ട് പെർ മീറ്റർ. SI സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ട് പെർ മീറ്റർ ആണ്. അതിൽ എപ്സിലോൺ എന്ന് പറയുന്നത് 1/36 pi into 10⁻⁹. യു കൻ ഡു യുവർ പ്രോബ്ലം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഇതിനെ നമുക്ക് ഗ്രാഫിക്കലി ഒന്ന് റെപ്രസെന്റ് ചെയ്ത് നോക്കാം. കാരണം ഇലക്ട്രിക് ഫീൽഡും നമ്മുടെ ചാർജും, അപ്പൊ ഇവിടെയും റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സ്ക്വയർ ആണ്. യൂണിറ്റ് വെക്ടറിന്റെ ക്യൂബ് എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരണ്ട കേട്ടോ. യൂണിറ്റ് വെക്ടർ ചെയ്യുമ്പോൾ വരുന്ന r² ക്യൂബ് നമുക്ക് കൊണ്ടുവരണ്ട. റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. സോ അതാണ് ഇവിടെ പറയുന്നത്, ഈസ് പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് അപ്പം നമുക്കറിയാം x² എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെയാ വരിക. നമ്മള് കൺട്രോൾ സിസ്റ്റം ഒക്കെ പഠിച്ചപ്പോൾ ഗ്രാഫ് ഒക്കെ ഫോം ചെയ്യാനൊക്കെ ഞാൻ പറഞ്ഞു തന്നു. ഇൻഫിനിറ്റി ഇതിന്റെ ഷേപ്പ് ഇങ്ങനെയാണ്. അത് ഓർക്കാത്തവർ ഷേപ്പ് ഇങ്ങനെയാണെന്ന് പഠിച്ചോളൂ. അപ്പം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഷേപ്പ് വിൽ ബി ലൈക്ക് ദിസ്. എക്സാമിന് ചോദിക്കാവുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, ദെൻ പിന്നെന്താണ് പറയുന്നത്? ടു ഫൈൻഡ് ദ എഫക്ട് ഓഫ് ഓൾ ചാർജസ് അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് പി. ഒരു പോയിന്റ് പി ഉണ്ട്. Q1, Q2, Q3, Q4 എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ നമുക്ക് Q1ഉം Q2ഉം Q3ഉം Q4 ചാർജസ് കാരണം പോയിന്റ് പിയിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് E1, E2, E3, E4 എല്ലാം എന്താണെന്ന് കണ്ടുപിടിക്കണം. നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ഈസ് ഈക്വൽ ടു 1/4 pi epsilon 0 നമ്മുടെ ഇക്വേഷൻ ഇൻറ്റു സിഗ്മ k ഫ്രം 1 to n. അപ്പൊ എത്ര ചാർജസ് ഉണ്ടോ 1 to n QK, ഇപ്പൊ QK എന്ന് പറയുമ്പോൾ Q1, Q2, Q3, Q എത്ര ചാർജ് വേണമെങ്കിലും ആവാം, ഡിവൈഡഡ് ബൈ അവ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ്, അതാണ് RKP. ആ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ ഇൻറ്റു യൂണിറ്റ് വെക്ടർ. അതാണ് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ്. എല്ലാ ഇടത്തെയും കൂടെ ഉള്ള ഇലക്ട്രിക് ഫീൽഡ്. ഇപ്പൊ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു സിംഗിൾ ചാർജ് ആദ്യം പഠിച്ചു. പല ചാർജ് വന്നാൽ എന്ത് ചെയ്യണം? ആ സിഗ്മ അതെല്ലാം കൂടെ ആഡ് ചെയ്തെടുക്കണം, സമ്മേഷൻ ചെയ്തെടുക്കണം. ഓരോന്നും ചെയ്ത് Q1/r1p the whole square പ്ലസ് Q2/r2p the whole square പ്ലസ് അങ്ങനെ ഓരോന്നിന്റെയും സമ്മേഷൻ എടുക്കുക. എന്നിട്ട് നമ്മുടെ 1/4 pi epsilon 0 ആയിട്ട് ഒറ്റ മൾട്ടിപ്ലിക്കേഷൻ അങ്ങ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ വി ഗെറ്റ് ദ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ്. ക്ലിയർ ആണോ? ഹലോ? Okay. Then, if the charges are distributed, അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ചത് we were talking about distributed charges. സോറി, നമ്മൾ പറഞ്ഞത് കോൺസെൻട്രേറ്റ്. ഇപ്പൊ ചാർജസ്, അപ്പൊ നമ്മൾ ഒരു ട്രാൻസ്മിഷൻ ലൈൻ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അത് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. RLC പാരാമീറ്റേഴ്സ് ഒക്കെ വെച്ച് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഡിസ്ട്രിബ്യൂട്ടഡ് ചാർജിനെ പറ്റിയാണ് നമ്മൾ എപ്പോഴും പറയുക. അപ്പൊ നമ്മൾ ഒരു സർഫസിലോ അല്ലെങ്കിൽ ഒരു ലൈനിലോ ഉള്ള കാര്യങ്ങളെ പറ്റിയിരിക്കും നമ്മൾ പറയാം. അതായത് ലൈൻ ചാർജ് ഡെൻസിറ്റി അല്ലെങ്കിൽ വോളിയം. ഒരു കോൺസെൻട്രേറ്റഡ് എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ പോയിന്റ്. ഇപ്പൊ ട്രാൻസ്മിഷൻ ലൈൻ എന്നൊക്കെ പറയുന്നത് ഒരിക്കലും കോൺസെൻട്രേറ്റഡ് അല്ല, RLC ആണ്. അപ്പൊ നമ്മൾ ലണ്ടൻ എന്നൊക്കെ പറയും, അത് പല കോൺസെപ്റ്റ്. RLC എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും ഡിസ്ട്രിബ്യൂട്ടഡ് ചാർജ് ആയിട്ടാണ് നമ്മൾ പഠിക്കുക. അങ്ങനെ വരുമ്പം ലൈൻ ചാർജ്, സർഫസ് ചാർജ്, വോളിയം ചാർജ്, ഇങ്ങനെ 3 കോൺസെപ്റ്റ് നമ്മൾ പറയുന്നുണ്ട്. സോ ലൈൻ ചാർജ് ഡെൻസിറ്റി, ഇപ്പൊ അത് ഇൻ ഡീറ്റെയിൽ ഞാൻ പറയുന്നില്ല. നമ്മൾ ഇപ്പൊ ജസ്റ്റ് ഒരു ബേസിക്സ് മാത്രമേ, എന്താണ് ലൈൻ ചാർജ് ഉദ്ദേശിക്കുന്നത് മാത്രമേ പറയുന്നുള്ളൂ. പിന്നീട് നമ്മുടെ ഫ്യൂച്ചർ ക്ലാസ്സസിൽ വരുന്നത് എന്താണ് ഫീൽഡ് ഡ്യൂ ടു ലൈൻ ചാർജ്, അത് കഴിഞ്ഞ് ഫീൽഡ് ഡ്യൂ ടു സർഫസ് ചാർജ്, വോളിയം ചാർജ് നമ്മൾ അധികം അങ്ങനെ നോക്കാറില്ല. അത് കഴിഞ്ഞാണ് നമ്മൾ ഗോസ് ലോയിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പം ഇപ്പൊ ലൈൻ ചാർജ് ഡെൻസിറ്റി എന്താണ്? നമ്മൾ അതിനെ ഡെൽറ്റ അല്ലെങ്കിൽ റോ അല്ലെങ്കിൽ ലാംഡ, ഡെൽറ്റ അല്ല റോ അല്ലെങ്കിൽ ലാംഡ ഉപയോഗിച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് റോ എൽ ഈസ് ഈക്വൽ ടു dq/dl. നമ്മുടെ ഒരു ലൈൻ, നമ്മൾ ശരിക്കും ഫസ്റ്റ് ക്ലാസ്സിൽ ഈ കുറച്ച് ബേസിക്സ് ഒക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് പരിചയപ്പെടുത്തിയിരുന്നു. അപ്പം dq എന്ത് വരും? റോയൽ ഇൻറ്റു dl. അപ്പൊ ടോട്ടൽ ചാർജ്, ഒരു ലൈൻ ചാർജ് ഡെൻസിറ്റി നോക്കുകയാണെങ്കിൽ ടോട്ടൽ ചാർജ് എന്ത് വരും? Q total will be
ഇന്റഗ്രേഷൻ ഓഫ് റോ എൽ ഇൻറ്റു ഡി എൽ, ഇന്റഗ്രേഷൻ ഓഫ് റോ എൽ ഇൻറ്റു ഡി എൽ, അതാണ് ലൈൻ ചാർജ്. അപ്പോൾ ഒരു ലൈനിൽ നമ്മൾ സ്മോൾ ലെങ്ത് ഡി എൽ എടുത്തു, അതിലൊരു ചാർജ് ക്യൂ പോകുന്നുണ്ട്. അപ്പൊ സ്മോൾ ലെങ്ത് ഡി എല്ലുള്ള ചാർജ് ഡി ക്യൂ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ റോ എൽ ഇൻറ്റു ഡി എൽ ആയിരിക്കും അതിന്റെ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ചാർജ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇറ്റ് വിൽ ബി ഇന്റഗ്രൽ റോ എൽ ഇൻറ്റു ഡി എൽ. ഇനി അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഇൻ ഡീറ്റെയിൽ നമ്മൾ ചാർജ് ഡ്യൂ ടു ലൈൻ, ഫീൽഡ് ഡ്യൂ ടു ലൈൻ ചാർജ് ഡിറൈവ് ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കും. ഓക്കെ. സിമിലർലി ഒരു സർഫസ് ചാർജ് ഡെൻസിറ്റി എങ്ങനെ വരും? റോ എസ് ഇസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി എസ്. അവിടെ ഡി ക്യൂ ബൈ ഡി എൽ ആയിരുന്നു, ഇവിടെ റോ എസ് ഇസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി എസ് ആണ്. അങ്ങനെയാണെങ്കിൽ ക്യൂ ടോട്ടൽ എന്ത് വരും? ഇന്റഗ്രൽ ഓവർ എസ്, സർഫസ് ഇന്റഗ്രൽ ഓവർ എസ് റോ എസ് ഇൻറ്റു ഡി എസ്. അപ്പം അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഇനി കാൽക്കുലേറ്റ് ചെയ്യണം. അതൊരു ബിഗ് ലെക്ചർ ആണ്. അപ്പോൾ ശരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ലൈൻ ചാർജും ഫീൽഡ് ഡ്യൂ ടു സർഫസ് ചാർജ് എന്ന് പറയുന്നത് ഒരു 1 hour ക്ലാസ് ആണ് ശരിക്കും. ഓക്കെ. അത് ഞാൻ കുറച്ച് കോമ്പാക്ട് ആയിട്ട് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലേ പറയുള്ളൂ. സോ ക്യൂ ടോട്ടൽ എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓവർ എസ് റോ എസ് ഇൻറ്റു ഡി എസ്. അപ്പം നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വേഗം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/4π0 ഇൻറ്റു ക്യൂവിന് പകരം ഇപ്പൊ ഇതൊന്നും നമ്മുടെ ക്യൂ ആണ്, ക്യൂവിന്റെ സ്ഥാനത്ത് നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്യൂ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഡി എസ്. അപ്പം ഇലക്ട്രിക് ഫീൽഡ് സർഫസ് ഇന്റഗ്രൽ വെച്ചിട്ട് നമുക്ക് ഇലക്ട്രിക് ഫീൽഡും കാൽക്കുലേറ്റ് ചെയ്യാം. സർഫസ് ചാർജ് ഇൻ ഡീറ്റെയിൽഡ് വരുന്നുണ്ട്. ദെൻ വോളിയം ചാർജ് ഡെൻസിറ്റി. വാട്ട് ഈസ് വോളിയം ചാർജ് ഡെൻസിറ്റി? വോളിയം ചാർജ് ഡെൻസിറ്റി പറയുമ്പോൾ സെയിം വേ ഡി ക്യൂ ബൈ ഡി വി ആയിരിക്കും. സോ റോ വി ഇൻറ്റു ഡി വി. സോ ഇന്റഗ്രൽ ക്യൂ ടോട്ടൽ എന്ന് പറയുന്നത് ഇന്റഗ്രൽ വി ഡി ക്യൂ ഇസ് ഈക്വൽ ടു റോ വി ഇന്റഗ്രൽ റോ വി ഡി വി. നമ്മളത് മൊത്തം കണ്ടുപിടിക്കുന്നു. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പം കാര്യങ്ങളൊക്കെ ക്ലിയർ ആയോ? ഇന്നെടുത്ത കാര്യങ്ങൾ ഫ്രം ദ ബിഗിനിങ്? Okay. So I will just summarize what all I have taught today. നമ്മൾ ആദ്യം we saw what is electrostatics എന്താണെന്ന് കണ്ടു. Today we saw what is electrostatics. അത് കഴിഞ്ഞ് we talked about the application. So അതിനു മുന്നേ we talked about the physical example. Then we talked about the applications. Then അത് കഴിഞ്ഞ് നമ്മൾ കുളംസ് ലോയിലേക്ക് വന്നു. ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഡെയിലി ലൈഫിലുള്ള ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ നോക്കിയത്. Then we talked about the Coulomb's law. Then ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം ചെയ്തു ഇൻ Coulomb's law. അത് കഴിഞ്ഞ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി പഠിച്ചു. അപ്പം Coulomb's ലോയും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ് അതൊക്കെ നോക്കി. അത് കഴിഞ്ഞിട്ട് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു ലൈൻ ചാർജ്, സർഫസ് ചാർജ് ആൻഡ് വോളിയം ചാർജ്, ഈ 3 കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ബേസിക്സ് നോക്കി. ഇനി നമ്മളിത് ഫർദർ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ ഇനി ഡിറൈവ് ചെയ്യും. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേസ് ക്ലാസ്. താങ്ക് യു. Thank you.